ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് യുദ്ധത്തടവുകാരനായി വന്ന ഒരാൾ തിരുവിതാംകൂറിൻ്റെ സൈന്യാധിപനായി മാറിയ കഥയാണ്. തിരുവിതാംകൂറിലെ എക്കാലത്തെയും ശക്തനായ ഭരണാധികാരി മാർത്താണ്ഡവർമ്മയുടെ സർവ്വസൈന്യാധിപനായിരുന്ന ഒരു വിദേശ പൗരനെക്കുറിച്ചാണ്. തിരുവിതാംകൂർ പട്ടാളത്തെ ആധുനികവൽക്കരിച്ച് നാട്ടുരാജ്യങ്ങൾ മുഴുവൻ കീഴടക്കുന്നതിന് മാർത്താണ്ഡവർമ്മയെ സഹായിച്ച ആ സർവ്വസൈന്യാധിപൻ്റെ പേര് യുസ്താക്യൂസ് ബെനഡിക്തൂസ് ഡെലനോയ്. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ തിരുവനന്തപുരം നാഗർകോവിൽ ദേശീയപാതയ്ക്കരികിലെ പുലിയൂർക്കുറിച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കോട്ടയാണ് ഉദയഗിരി കോട്ട. വടുകരും തുലുക്കരും മറവരുമൊക്കെ വേണാടിനെ ആക്രമിച്ച് കൊള്ളയടിച്ചുകൊണ്ടിരുന്ന കാലത്ത് വേണാട് രാജ്യത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി AD 1595 മുതൽ 1607 വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന വീരരവിവർമ്മയുടെ ഭരണകാലത്ത് നിർമ്മിച്ചതാണ് ഈ കോട്ട. ആദ്യം ചെളി കൊണ്ട് നിർമ്മിച്ചിരുന്ന കോട്ട പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ഇന്നു കാണുന്ന രീതിയിൽ കല്ലുകൾ ഉപയോഗിച്ച് പുതുക്കി നിർമ്മിച്ചത്. ഏകദേശം 90 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന കോട്ടയിൽ 260 അടി ഉയരമുള്ള വേളിമലയുടെ ഭാഗത്ത് കെട്ടിടത്തിൽ നിന്നും നോക്കിയാൽ വലിയൊരു പ്രദേശം നമുക്ക് കാണാൻ സാധിക്കും. ഇന്നിവിടെ വനം വകുപ്പിന് കീഴിലെ ജൈവവൈദ്യ പാർക്ക് സ്ഥിതി ചെയ്യുന്നു. വിവിധതരം ചെറിയ പക്ഷിമൃഗാദികൾ ഈ സംരക്ഷിത പ്രദേശത്ത് സ്വതന്ത്രമായി വിഹരിക്കുന്നു. ഉദയഗിരി കോട്ടയ്ക്ക് വലിയൊരു ചരിത്രമുണ്ട്. ഒരു കാലത്ത് തിരുവിതാംകൂറിൻ്റെ ആയുധപ്പുരയും സൈനിക പരിശീലന കേന്ദ്രവുമായിരുന്നു ഉദയഗിരി കോട്ട. കോട്ടയ്ക്കുള്ളിൽ പലതരം യുദ്ധ ഉപകരണങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇന്നുമുണ്ട്. ടച്ച് മുദ്രകൾ പേറുന്ന ഒരു ശവക്കല്ലറ അവിടെ നമുക്ക് കാണാം. അത് തിരുവിതാംകൂറിൻ്റെ സൈനിക ഉപദേഷ്ടാവായിരുന്ന മാർത്താണ്ഡവർമ്മയുടെ മുന്നേറ്റങ്ങളുടെ പിന്നിലെ ചാലകശക്തിയായിരുന്ന ക്യാപ്റ്റൻ ഡിലിനോയുടേതാണ്. ജർമ്മൻ കമാൻഡറായ ഡോൺ ആഡിയുടെ കീഴിലാണ് ആദ്യം ഡിലിനോയ് പ്രവർത്തിച്ചിരുന്നത്. ഡോൺ ആഡിയുടെ മരണത്തോടെ അദ്ദേഹം കമാൻഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1602 നെതർലാൻഡിൽ സ്ഥാപിതമായ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സുഗന്ധദ്രവ്യങ്ങൾ കരസ്ഥമാക്കാൻ ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് ഒരു വ്യാപാര തുറമുഖം സ്ഥാപിക്കാൻ തീരുമാനിച്ചു. തോക്കുകളും പീരങ്കികളും സഹിതം 1741 കുളച്ചൽ തുറമുഖത്ത് വന്നിറങ്ങിയ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ശ്രീലങ്കയിലെ സൈനിക കമാൻഡറായിരുന്ന ഡിലിനോയുടെ സംഘം കുളച്ചലിനും കോട്ടാറിനുമിടയിലുള്ള പ്രദേശം കീഴടക്കി അവിടെ വ്യാപാരം തുടങ്ങി. 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ തിരുവിതാംകൂർ സൈന്യത്തോട് പരാജയപ്പെട്ട ഡിലിനോയെയും കൂടെയുണ്ടായിരുന്ന 4 പേരെയും മാർത്താണ്ഡവർമ്മ തടവുകാരാക്കി. അവരെ ഉദയഗിരി കോട്ടയിൽ തടവിൽ പാർപ്പിച്ചു. തടവിൽ കിടക്കെ തിരുവിതാംകൂർ സൈന്യത്തെ നവീകരിക്കാൻ ഡിലിനോയ് തയ്യാറായപ്പോൾ മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തെ മോചിപ്പിക്കുകയും അദ്ദേഹത്തിനും കുടുംബത്തിനും അനുയായികൾക്കുമായി കോട്ടയ്ക്കുള്ളിൽ തന്നെ ഒരു പള്ളി നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തു. അക്കാലത്ത് ഡിലിനോയ്ക്കായിരുന്നു കുളച്ചലിലെ വ്യാപാര കേന്ദ്രത്തിൻ്റെ ചുമതല. അദ്ദേഹത്തിൻ്റെ കൂടെ തടവിലാക്കപ്പെട്ട ബെൽജിയം ദേശക്കാരനായ ഡൊനാഡിയും ഉണ്ടായിരുന്നു. രണ്ടുപേരെയും രാമയ്യൻ ദളവ പ്രത്യേകം വീക്ഷിച്ചിരുന്നു. യുദ്ധത്തടവുകാരനാണെങ്കിലും മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തെ വളരെ ബഹുമാനപുരസ്സരമാണ് കണ്ടിരുന്നത്. അദ്ദേഹം തിരിച്ചു മഹാരാജാവിനോടും വിധേയത്വം പുലർത്തി. ഡിലിനോയുടെ ആത്മാർത്ഥത മനസ്സിലാക്കിയ മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തെ തിരുവിതാംകൂറിൻ്റെ സൈനിക ഉപദേഷ്ടാവാക്കി. അദ്ദേഹം തിരുവിതാംകൂർ സൈന്യത്തെ യൂറോപ്യൻ രീതിയിൽ പരിശീലിപ്പിക്കുകയും ശക്തമാക്കുകയും ചെയ്തു. മാർത്താണ്ഡവർമ്മയുടെ ആവശ്യപ്രകാരം ഉദയഗിരിക്കോട്ട നവീകരിക്കുകയും അതിനുള്ളിൽ പീരങ്കി നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുകയും ചെയ്തു. ക്രമേണ ഉദയഗിരിക്കോട്ട ദക്ഷിണേന്ത്യയിലെ ശക്തമായ ഒരു സൈനിക താവളമായി മാറി. അതിൻ്റെ ഭാഗമായി ആറ്റിങ്ങൽ, പന്തളം, ഇടപ്പള്ളി, തെക്കുംകൂർ, വടക്കംകൂർ, കൊല്ലം, അമ്പലപ്പുഴ എന്നീ പ്രദേശങ്ങൾ കൂടി തിരുവിതാംകൂറിനോട് ചേർക്കാനും നിരവധി യുദ്ധവിജയങ്ങൾക്കും സൈന്യത്തിൻ്റെ പരിഷ്കരണത്തിനും ഡിലിനോയുടെ സേവനം തിരുവിതാംകൂറിനെ സഹായിച്ചു. അദ്ദേഹത്തിൻ്റെ സാമർത്ഥ്യം മനസ്സിലാക്കിയ മാർത്താണ്ഡവർമ്മ ഡിലിനോയെ തൻ്റെ സൈന്യത്തിൻ്റെ സർവ്വസൈന്യാധിപനാക്കി. ക്രമേണ അദ്ദേഹം തിരുവിതാംകൂർ പട്ടാളത്തിൻ്റെ വലിയ കപ്പിത്താൻ, കമാൻഡർ ഇൻ ചീഫ് ആയി മാറി. അങ്ങനെ ഡിലിനോയ് മാർത്താണ്ഡവർമ്മയുടെ വിജയഗാഥയുടെ പിന്നിലെ പ്രധാന ശക്തിയായി മാറി. ആറ്റിങ്ങൽ, കൊല്ലം, കായംകുളം, പന്തളം, അമ്പലപ്പുഴ, ഇടപ്പള്ളി, തെക്കംകൂർ, വടക്കംകൂർ എന്നീ നാട്ടുരാജ്യങ്ങളിലെ തിരുവിതാംകൂറിലേക്ക് ചേർക്കുകയും ഉദയഗിരി, പത്മനാഭപുരം, കൊല്ലം, മാവേലിക്കര, ചങ്ങനാശ്ശേരി, കോട്ടയം, ഏറ്റുമാനൂർ എന്നിവിടങ്ങളിലെ കോട്ടകൾ ബലപ്പെടുത്തുകയും ചെയ്തു. ഡിലിനോയുടെ യുദ്ധതന്ത്രങ്ങൾ മാർത്താണ്ഡവർമ്മയെ ഏറെ സഹായിച്ചിരുന്നു. പലപ്പോഴും വിശ്വാസത്തിൻ്റെ പേരിൽ സൈന്യം യുദ്ധം ചെയ്യാൻ വിസമ്മതിച്ച അവസരങ്ങളിൽ ഡിലിനോയെ നിയോഗിച്ച് ഈ പ്രശ്നങ്ങളെ മാർത്താണ്ഡവർമ്മ മറികടന്നിരുന്നു. അമ്പലപ്പുഴ ചെമ്പകശ്ശേരി രാജാവുമായുള്ള യുദ്ധത്തിൽ അമ്പലപ്പുഴ കൃഷ്ണൻ നേരിട്ട് യുദ്ധം ചെയ്തു എന്നൊരു കിംവദന്തി പരന്നിരുന്നു. അതിനാൽ ഹിന്ദുക്കളായ സൈനികർ യുദ്ധത്തിൽ നിന്നും പിന്മാറി.
അപകടം മനസ്സിലാക്കിയ ഉടനെ ഡെൽനോയ് വിദേശികളും അഹിന്ദുക്കളുമായ സൈനികരെയും കൂട്ടി മുന്നേറി. അങ്ങനെയാണ് ആ യുദ്ധം ജയിച്ചത്. തെക്കുംകൂറുമായുള്ള യുദ്ധത്തിലും അവിടുത്തെ രാജാവിൻ്റെ ആശ്രിതരായ തെലുങ്ക് ബ്രാഹ്മണരെ മുന്നിൽ നിർത്തി അവർ യുദ്ധം നയിച്ചു. ബ്രാഹ്മണർ കല്ലും മണ്ണും വാരിയെറിഞ്ഞ് അക്രമം തുടങ്ങി. ബ്രാഹ്മണരെ വധിക്കരുതെന്ന വിശ്വാസമുള്ളതുകൊണ്ട് പരാജയപ്പെടുന്ന അവസ്ഥ വന്നു. ഇവിടെയും ഡെൽനോയ് തൻ്റെ ക്രൈസ്തവ മുസ്ലിം മുക്കുവ സൈന്യവുമായി യുദ്ധം ജയിച്ചു. അദ്ദേഹത്തിൻ്റെ കീഴിൽ തിരുവിതാംകൂർ സൈന്യം കൂടുതൽ കെട്ടുറപ്പുള്ളതായി തീർന്നു. അച്ചടക്കവും യുദ്ധതന്ത്രങ്ങളും അദ്ദേഹം തിരുവിതാംകൂർ സൈന്യത്തെ പരിശീലിപ്പിച്ചു. ഡെൽനോയുടെ മരണശേഷം 1789 ടിപ്പു സുൽത്താൻ്റെ പടയോട്ടത്തെ തടഞ്ഞ നെടുങ്കോട്ട രൂപകൽപ്പന ചെയ്തതിൽ പോലും അദ്ദേഹത്തിൻ്റെ സൈനിക നവീകരണത്തിൻ്റെ സ്വാധീനമുണ്ടായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാവേലിക്കര ക്ഷേത്രത്തിലെ സ്തംഭവിളക്കിൽ ടച്ച് രീതിയിൽ ഒരു വശം മടക്കി വെച്ച വലിയ തൊപ്പിയും ധരിച്ച് കയ്യിൽ തോക്കും പിടിച്ച് കാവൽ നിൽക്കുന്ന ശില്പം കാണാം. അത് ടച്ച് പടനായകനായിരുന്ന ഡെൽനോയ് നിർമ്മിച്ച് നൽകിയതാണ്. 1746 മാർത്താണ്ഡവർമ്മ മാവേലിക്കര പ്രദേശം തൻ്റെ അധീനതയിലാക്കിയിരുന്നു. തുടർന്ന് മാർത്താണ്ഡവർമ്മയും ടച്ചുകാരും തമ്മിൽ സമാധാന സൗഹൃദ ഉടമ്പടി ഉണ്ടാക്കി. AD 1753 ഓഗസ്റ്റ് 15 ചരിത്രപ്രസിദ്ധമായ ഈ ഉടമ്പടി ഒപ്പുവെച്ചത്. ഈ സൗഹൃദത്തിൻ്റെയും ഉടമ്പടിയുടെയും സ്മരണയ്ക്കായി സംഭാവനയായി നിർമ്മിച്ചു നൽകിയതാണ് ഈ സ്തംഭവിളക്ക്. ഡെൽനോയ് ജനിച്ചത് ബെൽജിയത്തിലാണെന്നും ഫ്രാൻസിലാണെന്നും 2 വാദങ്ങളുണ്ട്. 1741 മുതൽ 1777 വരെ തിരുവിതാംകൂറിനെ സേവിച്ച ഡെൽനോയ് 1777 ജൂൺ 1 ഉദയഗിരി കോട്ടയിൽ വെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു. ഉദയഗിരി കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: യൂസ്താൻസ് ബെനഡിക്സ് ഡെൽനോയ്. ഒരു യുദ്ധത്തടവുകാരനായി വന്ന ഡെൽനോയ് ഒടുവിൽ തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ തന്നെ അമരനായി മാറി. ഉദയഗിരി കോട്ടയിൽ ഇന്നും അദ്ദേഹത്തിൻ്റെ ശവകുടീരം ചരിത്രത്തിൻ്റെ നിശബ്ദ സാക്ഷിയായി നിലകൊള്ളുന്നു. കഥകൾ അവസാനിക്കുന്നില്ല, കാഴ്ചകളും.